ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വേണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് കയറിയാണ്. അപ്പോൾ അതിനകത്ത് ജോബ് കാൾ പറഞ്ഞത് ജനറൽ സർവീസ്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം, വാഷിംഗ് വേണ്ടാന്നാണ് പറഞ്ഞത്, വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞത്. അതേപോലെ ബാക്ക് ബ്രേക്കിൻ്റെ സ്വിച്ച് ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിക്കുന്ന സമയത്ത് സെൽഫ് സ്റ്റാർട്ട് ആവില്ല, അത് ആ സ്വിച്ചിൻ്റെയാണ്. അപ്പോൾ അത് മാറിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക്. നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് തരാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണത്, ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മളതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഗിയർ ഓയിലായാലും നമ്മൾ നോക്കിയായിരുന്നു, നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയർ കിടക്കണേ, ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ നമുക്ക് പുതിയ ഫിൽറ്റർ കിടക്കണേ, കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണമുണ്ട്, ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചാണ്. ബെൽറ്റൊക്കെ പുതിയതാണ് കിടക്കുന്നത്. അതേപോലെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നിലവിൽ നോർമൽ തേമാനം കാര്യങ്ങളൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റ് അതിലൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. വേറെ പറയത്ത കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ വേറെ ലീക്കേജ് ഒന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. സാധാരണ ഇപ്പോഴത്തെ വണ്ടികൾ, ഒട്ടുമിക്ക വണ്ടികൾ കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. അതായത് പെട്രോൾ ലീക്കായിട്ട് താഴത്തെ കറുത്ത പൈപ്പ് വഴി താഴേക്ക് ചാടി പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലത്തെ പെട്രോൾ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ്. നമ്മുടെ വണ്ടിക്ക് നിലവിലില്ല. അപ്പോൾ അത് എന്തായാലും വരും, വന്ന സമയത്ത് കാർബറേറ്റർ അഴിച്ചാൽ മതി. നിലവിൽ നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഒന്നും ഉൾപ്പെടുന്നില്ല കേട്ടോ. നമുക്ക് അഡീഷണൽ ചെയ്യേണ്ട കേസാണ്. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് തൽക്കാലം തൊടാതിരിക്കണം നല്ലത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നുമില്ല. ഫ്രണ്ടിലത്തെ ടയറൊക്കെ ആയാലും പുതിയ ടയർ, അത്യാവശ്യം നല്ല ടയറാണ്, പുതിയ ടയറാണ് കേട്ടോ. അതേപോലെ വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം ഒരു മുട്ടൊക്കെ ഇട്ടിട്ട് സൈഡൊക്കെ ഡെൻഡായിട്ടുണ്ട് കേട്ടോ. അവിടെ അതേപോലെ തന്നെ ഈ സൈഡ് ഇന്നർ കവറൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 600-600 സംതിങ് ഒക്കെയാണ് റേറ്റ് വന്നുള്ളൂ. ഇത് മാറ്റിക്കളയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഇനി പോകുന്തോറും ഇതിങ്ങനെ പൊട്ടി വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഈ സൈഡൊക്കെ കേട്ടോ. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ഏകദേശം 600-650 അടുത്താണ് നമുക്ക് ഈ ഒരു വലിയ ഇതൊരൊറ്റ പാനലാണ് അതിന് വന്നത്. അപ്പോൾ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. ഇതിങ്ങനെ കിടന്ന് ഓടുന്തോറും അത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നത്. ഓക്കെ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. പുതിയ പ്ലഗ്ഗാണ്, എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ മാറ്റിയാണ് പ്ലഗ്ഗാണ്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും നല്ലതാണ് കേട്ടോ. അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ നിലവിൽ ജനറലായിട്ടുള്ള സർവീസ് ഓയിൽ ചേഞ്ചാണ് മെയിനായിട്ടുള്ളത്. വേറെ അങ്ങനെ പറയത്ത കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ആ ബ്രേക്ക് സ്വിച്ച്, ഇവിടുത്തെ ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, അത് സെൽഫ് എടുക്കാത്തതിൻ്റെ. അപ്പോൾ അത് ആ രീതിയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വിടാം. പിന്നെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തത്, നമ്മൾ ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.90 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.30. നിലവിൽ ബാറ്ററിക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രോബ്ലം ആയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് നമുക്ക് ഏകദേശം ഒരു 6:30 കഴിയും കേട്ടോ. 6:30 കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോഴത്തേക്കും കണക്കാക്കി വന്നാൽ മതി. ഓക്കെ.